നടന്നു തേയാൻ രാഹുലിന്റെ ജീവിതം ഇനിയും ബാക്കി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊട്ടും അതിശയോക്തിയില്ല. നരേന്ദ്രമോദി സർക്കാരിനെ ക്രിയാത്മകമായി വിമർശിക്കാൻ കഴിവുള്ള നിലവാരമുള്ള ഒരു പ്രതിപക്ഷമില്ല എന്നതാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സ്വന്തം പാർട്ടിക്കാരെ പോലും ഒപ്പം നിർത്താൻ കഴിയാത്ത ഒരാൾ എങ്ങനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും? ഗാന്ധി കുടുംബത്തിന്റെ വിഴുപ്പ് ചുമന്ന് മടുത്ത കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പരസ്യമായി തന്നെ ഹൈക്കമാൻഡിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് തികച്ചും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് MP മനീഷ് തിവാരി. മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ പ്രശംസിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ തികച്ചും പക്വവും നൈപുണ്യവും ഉള്ളതാണെന്ന് ആനന്ദ് ശർമ്മ വിശേഷിപ്പിച്ചപ്പോൾ സ്വന്തം ഹൈക്കമാൻഡിന്റെ വാദങ്ങളെ മുഖവിലക്കെടുക്കാതെ തള്ളിക്കളയുകയാണ് കമൽനാഥ് ചെയ്തത്. രാജ്യത്ത് LPG ക്ഷാമമുണ്ടെന്ന പാർട്ടി വാദം തള്ളിയ അദ്ദേഹം ക്ഷാമമുണ്ടെന്ന അന്തരീക്ഷം വെറുതെ സൃഷ്ടിക്കുകയാണെന്നും, അതായത് കൃത്രിമമായി സൃഷ്ടിക്കുകയാണെന്നും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ലെന്നും വ്യക്തമാക്കി. കോൺഗ്രസിനുള്ളിലെ ഈ വിള്ളൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്ന് നമുക്കറിയാം. 2025 മെയ് മാസത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോഴും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ അന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചപ്പോൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകി സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാർ നിയോഗിച്ച ഒരു സർവകക്ഷി പ്രതിനിധി സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ തരൂരിനെയും തിവാരിയെയും ഉൾപ്പെടുത്തിയതിനെ കോൺഗ്രസ് എതിർത്തിരുന്നു. എന്നാൽ പാർട്ടി വിലക്ക് മറികടന്ന് തരൂർ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ നേതൃത്വം നൽകി എന്നുള്ളതാണ് നമ്മൾ പിന്നീട് കണ്ട കാര്യം. മോദിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാനാണ് ആക്രമണം നടത്തിയതെന്ന രാഹുലിന്റെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദത്തെ തള്ളിയ ഇരുവരും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിനെ പ്രശംസിച്ചു. ഇതിന്റെ പേരിൽ 2025 പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ഇവർക്ക് സംസാരിക്കാൻ പോലും കോൺഗ്രസ് അവസരം നൽകിയിരുന്നില്ല എന്നുള്ള കാര്യവും കൂടി ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരാണ്. കോൺഗ്രസിൽ ശശി തരൂരിനെയും മനീഷ് തിവാരിയെയും പോലെയുള്ള വിഷയങ്ങളെ വൈദഗ്ധ്യത്തോടെ നോക്കിക്കാണുന്ന നേതാക്കൾ ഉണ്ടായിട്ടും അവർക്കൊന്നും ശബ്ദമില്ലാത്ത അവസ്ഥയാണ്. ഒരു നല്ല പ്രതിപക്ഷ നേതാവ് പോയിട്ട് ഒരു നല്ല MP പോലും ആകാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയാണ് ഇവരെ നയിക്കുന്നത് എന്നത് വലിയൊരു വിരോധാഭാസമാണ്. ഊർജ്ജ പ്രതിസന്ധിയും ഇറാനുമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ബന്ധവും പരിഗണിക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ രാഹുലിന് കഴിയുന്നില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ദേശീയ സമവായം ആവശ്യമാണെന്നാണ് ആനന്ദ് ശർമ്മ ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയ ലാഭത്തിനായി പാചകവാതകത്തിന്റെ കാര്യത്തിൽ ചിലർ ബോധപൂർവം പരിഭ്രാന്തി പരത്തുകയാണെന്ന കമൽനാഥിന്റെ പ്രസ്താവന കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാപ്പരത്വം പൂർണ്ണമാകുന്നു. വിദേശ നയത്തിലും ആഭ്യന്തര പ്രശ്നങ്ങളിലും കോൺഗ്രസ് ഹൈക്കമാൻഡും മുതിർന്ന നേതാക്കളും ഇന്ന് ഇരു ധ്രുവങ്ങളിലാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സ്വന്തം രാജ്യത്തെ പിന്തുണയ്ക്കാതെ അന്ധമായ രാഷ്ട്രീയ വിരോധം മാത്രം വെച്ച് പുലർത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് തന്നെ ബാധ്യതയാകുകയാണ്. നിലവാരമുള്ള ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ ആവശ്യമാണ്. എന്നാൽ ആ സ്ഥാനം വഹിക്കാൻ രാഹുൽ ഗാന്ധി അർഹനാണോ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലയാളം.